ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 96ാമത് സംസ്ഥാന ജനറൽ കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ പാസ്റ്റർ ബി.പി. തോമസ് അവറുകൾ, ദൈവസഭയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ഓവർസിയർ റവറൻഡ് സി തോമസ് സാർ, എനിക്ക് മുമ്പേ ശക്തമായ ദൈവിക ആലോചനകൾ നമ്മൾ അറിയിച്ച ക്രിസ്തു ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ബെഞ്ചമിൻ തോമസ് പാസ്റ്റർ, നമ്മുടെ ബഹുമാനപ്പെട്ട കാമച്ചൻ, ആശംസ അറിയിച്ച ജോൺസൺ ദാനിയേൽ പാസ്റ്റർ, നമ്മുടെ സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റർ, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുകൾ, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ബിലീവേഴ്സ് ബോർഡ്, ബഹുമാനരായ ദൈവമക്കൾ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ ലൈവായി കണ്ട് ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വളരെ ശ്രേഷ്ഠരായ ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യമാണല്ലോ ദൈവാത്മാവ് കർത്താവിൻ്റെ ദാസന് ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായി നൽകിയത്. അതേ അധ്യായത്തിലെ മറ്റൊരു വാക്യം വായിച്ചുകൊണ്ട് ലഭിച്ച സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വളരെ അനുഗ്രഹീതമായ തീമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മുതൽ പകൽ രാത്രി യോഗങ്ങളിൽ ശക്തന്മാരായ അഭിഷക്തന്മാരിൽ കൂടെ ശ്രേഷ്ഠകരമായ ദൈവാലോചനകൾ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പിന്നെയും ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിൻ്റെ വാതിൽ ഈ രാത്രി വാസ്തവമായി ഞങ്ങൾക്ക് തുറന്നു തരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുള്ള കരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് അനുകൂലമായി നീട്ടണമേ കർത്താവേ. അവിടുത്തെ മഹത്വം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന് മറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. വളരെ ഭക്തന്മാരായ ദൈവദാസന്മാർ കഴിഞ്ഞ 96 വർഷങ്ങൾ ഇല്ലായ്മകളിൽ കണ്ണുനീരിൽ വയറ് നിറയാതെ കണ്ണു നിറഞ്ഞ് വയറ് മുറുക്കി ഉടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മറുപടി എന്ന വണ്ണം തലമുറകൾ ഇത്ര വളരെ മനോഹരമായ സംവിധാനത്തിലിരുന്നു കൊണ്ട് ഒരാഴ്ച മുഴുവൻ ദൈവവചനം കേൾക്കുവാൻ ലഭിക്കുന്ന അവസരം ഓർക്കുമ്പോൾ നമുക്ക് അവരെയൊക്കെ സ്മരിക്കുവാൻ അവസരമുണ്ട്. നിത്യത വിശ്രമിക്കുന്ന ടി.എം. സാറ്, എ.ടി. തോമസ് പാസ്റ്റർ, വൈ സക്കറിയ പാസ്റ്റർ, പി. തോമസ് പാസ്റ്റർ, ഒ.സി. തോമസ് പാസ്റ്റർ, പി.എം. ജോർജ് പാസ്റ്റർ, എം.ജി. മാത്യു പാസ്റ്റർ, എം.ഇ. ചാക്കോ സാറ്, പി.സി. ചാക്കോ സാറ്, യു. തോമസ് പാസ്റ്റർ, വി.സി. ടി സാർ, ഇങ്ങനെ നിരവധി നൂറുകണക്കിന് ദൈവദാസന്മാർ കരഞ്ഞും പ്രാർത്ഥിച്ചു ഉപവസിച്ച് നേടിയെടുത്ത നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ച കാണുമ്പോൾ നിങ്ങളുടെ ഒപ്പം ഞാനും സന്തോഷിക്കുന്നു. അവരുടെ തലമുറകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണല്ലോ ഈ രാത്രിയിലത്തെ നമ്മുടെ തീം. ദൈവത്തോടെ കൂടെ നടക്കുക.
കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ അവതരിപ്പിച്ച തീമിനകത്ത് പറഞ്ഞത് ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന വാക്യമാണല്ലോ. അതിൻ്റെ 1-ാം അധ്യായം നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശുക്രിസ്തുവിനെ പൂർണ്ണമായി പ്രസാദിപ്പിക്കുവാൻ, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. എൻ്റെ കൂടെ നിന്ന് പറയുമോ? പൂർണ്ണ പ്രസാദത്തിനായി. വായും നാക്കുമുള്ള എല്ലാവരും, ഊമരല്ലാത്തവര്, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തികളെ തൊട്ട് ഇടപെടട്ടെ. ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ രോഗികൾ സൗഖ്യമാകുന്ന, പാപികൾ മാനസാന്തരപ്പെടുന്ന ദൈവിക ദൂതുകൾ ഈ രാത്രി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാത്തിൻ്റെയും പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? ഏത് മരുഭൂമിയുടെയും അപ്പുറത്ത് ഒരു കനാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ മരുഭൂമിയെ സന്തോഷത്തോടെ തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഏത് മാറയ്ക്കും അപ്പുറത്ത് ഒരു എരിയുമുണ്ട്. 70 ഈന്തപ്പനയും 12 നീരുറവയുമുള്ള ഒരു എരിയും അപ്പുറത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ മാറയിലെ കയ്പിനെ മധുരമായി കാണുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ക്രൂശിന്റെ അപ്പുറത്തൊരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ ക്രൂശിൽ പ്രത്യാശയിടാൻ കഴിയത്തുള്ളൂ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ആ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. രൂത്തിന്റെ കുടുംബ തകർച്ചയ്ക്ക് പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നവോമിയുടെ മാറയുടെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മോർദെഖായിയുടെ ക്രൂശിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യോസഫിന്റെ അപമാനത്തിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഏറ്റെടുക്കാൻ കരുത്തുള്ള ുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാത്തിന്റെയും പുറകിൽ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ എവിടെയോ ഓർപ്പിച്ചു. ഹല്ലേലൂയ. 850 പേരുടെ പരിപാടി വെള്ളമൊഴിക്കുക, യാഗപീഠത്തെ അല്ലെ യാഗമൃഗത്തെ നനയ്ക്കുക, അവനടി വെച്ചേക്കുന്ന കത്തന്റെ വിറക് നനയ്ക്കുക, അതിനിടെയുള്ള യാഗപീഠം നനയ്ക്കുക, തോട് നനയ്ക്കുക. 850 പേരും കൂടെ കിട്ടാവുന്ന തൊട്ടിയിലെല്ലാം വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കട്ടെ. പക്ഷെ തീ കത്തിക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ, ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മുഴുവൻ പേരും കൂടെ വെള്ളം കോരി ഒഴിച്ചാലും കത്തിക്കാൻ കരുത്തുള്ള ഒരു ഏലിയാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവന് വേണ്ടി തീ ഇറക്കി 850 പേരൊഴിച്ച വെള്ളത്തെ ഒരു നിമിഷം കൊണ്ട് കത്തിച്ച്, യാഗത്തെ കത്തിച്ച്, യാഗമൃഗത്തെ കത്തിച്ച്, വെള്ളത്തെ വരെ കത്തിക്കാൻ കരുത്തുള്ള ഒരു തീ ഈ 96ാമത് ജനറൽ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ഈ പന്തലിൽ കത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി ഈ രാത്രി നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സാറിന്റെ ടീമിനോടുള്ള ബന്ധത്തിൽ സംസാരിപ്പാൻ അവസരം കിട്ടിയാൽ പ്രസംഗിക്കേണ്ടതിന് വേണ്ടി ഈ കൊലോസ്യ ലേഖനം തന്നെ വെച്ചുകൊണ്ട് ചില ദിവസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിരവധി ചിന്തകൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിലൂടെ തരികയുണ്ടായി. കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത് തന്നെ ധന്യനായ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, കൊലോസ്യ സഭയിലെ പൗലോസിന്റെ കടന്നുപോക്കിന് ശേഷം സഭാ ശുശ്രൂഷ ഏറ്റെടുത്ത ശക്തനായ ദൈവദാസൻ, സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയ കള്ള സഹോദരന്മാർ മൂലം സഭയ്ക്കകത്തുണ്ടായ മൂല്യച്യുതികൾ, അനാചാരങ്ങൾ ഒക്കെ കണ്ടിട്ട് മനസ്സ് വളരെ നൊന്ത് നീറി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം 160 മൈലോളം നടന്നു ചെന്ന് ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സഭയുടെ സ്ഥാപകനായ പൗലോസിനെ കണ്ടിട്ട് സഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്ന മൂല്യ തകർച്ചകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പൗലോസ് സഭയ്ക്കകത്ത് വായിക്കാൻ എഴുതി കൊടുത്ത മനോഹരമായ ലേഖനം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നടന്ന ഒത്തിരി പേരെ കുറിച്ച് എന്റെ ഉള്ളത്തിൽ ചിന്തകളുണ്ട്. 1-2 വാക്യം വായിച്ചു തരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കുന്നതല്ലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-26 വേഗത്തിൽ. ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്കിലൂടെ വായിച്ച് സഹായിക്കാൻ കഴിയുമ്പോൾ ദൈവദാസന്മാർ സ്റ്റേജിലുള്ളവരെല്ലാം ചെയ്യില്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് വളരെ നല്ലതാണ്.
ഇത്രയും വലിയ സദസ്സാണ്. മൈക്കിലൂടെ ഇത് പറയുമ്പോൾ ഓഡിയൻസ് കേൾക്കുക മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ളവരുടെ കേട്ട് സന്തോഷിക്കും. വാക്യം വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും വായിച്ചത് പ്രമാണിക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് വായിച്ച സഹോദരിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആര് വായിക്കും? അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അത് മാറിക്കാതെ ഒരു വാക്യം കൂടെ വായിക്കണം. 24:15 വാക്യം. സംസാരിച്ച് തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. 2 വാക്യങ്ങളിവിടെ വായിച്ചു. ഒന്ന്, കൂടെ നടക്കുമാറാക്കി യേശുവിന്റെ പിന്നാലെ നടന്നു. 2, യേശു അവരോട് ചേർന്ന് നടന്നു. സിസ്റ്റർ ഒരു വാക്യം കൂടെ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അതിന്റെ 8-ാമത്തെ വാക്യം കൂടെ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അടുത്ത വാക്യം. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഇനി ഞാൻ പറഞ്ഞിട്ട് വായിച്ചാൽ മതി. ശ്രദ്ധിക്കുക, 3 വാക്യങ്ങൾ ഓർപ്പിക്കാനുള്ള സമയമേ നമ്മുടെ മുമ്പിൽ. 1, യേശുവിന്റെ പിന്നാലെ വയലിൽ നിന്ന് വരുന്ന ശീമോൻ ക്രൂശ് ചുമന്നുകൊണ്ട് പിന്നാലെ നടന്നു. 2, യേശുവിന്റെ മരണ അടക്ക ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ ഉയർപ്പിന്റെ വിവരം അറിയാതിരുന്ന ശിഷ്യന്മാര് 2 പേര് വളരെ നിരാശയുള്ളവരായി യെരൂശലേം വിട്ട് എമ്മൗസിലേക്ക് പോകുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു. ഒരു സഹോദരൻ പറഞ്ഞാട്ടെ. 3-ാമത് വായിച്ചത്, യാഗത്തിനു വേണ്ടി അബ്രഹാം പോകുമ്പോൾ യാഗത്തിന്റെ വിറക് തോളിൽ വെച്ച മകൻ ഇസഹാക്കും കത്തിയും തീയും പിടിച്ച് അബ്രഹാമും ചേർന്ന് നടന്നു. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി 3 കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ ഞാൻ ദൂത് അവസാനിപ്പിക്കാം. 1, ചേർന്ന് നടന്നു. ആര്? അബ്രഹാമും ഇസഹാക്കും. അബ്രഹാം എന്ന് പറയുന്ന മാന്യനായ മനുഷ്യന് ലോകം കണ്ട വിശ്വാസികളുടെ പിതാവായ സകല ജാതികളുടെ പിതാവായ അബ്രഹാം എന്ന ഏറ്റവും ശ്രേഷ്ഠനായ വേദപുസ്തകത്തിലെ കഥാപാത്രത്തിന് ദീർഘവർഷങ്ങൾ കാത്തിരിപ്പിന് ശേഷം 100-ാമത്തെ വയസ്സ് ലഭിച്ച ഏകമകൻ ഇസഹാക്കിനെ അവൻ നല്ല യൗവനത്തിലായിരിക്കുമ്പോൾ യാഗം കഴിക്കാൻ ദൈവം അവന് ഒരു കൽപ്പന കൊടുക്കുമ്പോൾ അവൻ കേട്ട വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ, അവൻ കണ്ട വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മകനെ യാഗത്തിനായി കൊണ്ടുപോകുക. 6-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും വായിച്ചത്, അങ്ങനെ അബ്രഹാം കീറിയ വിറക് കെട്ട് എടുത്തു, അവൻ യാത്ര പുറപ്പെട്ടു. ആ യാത്ര 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം മകന്റെ തോളി വെക്കാൻ വീണ്ടും എടുത്ത് തോളി വെച്ചു. മകനാകുന്ന ഇസഹാക്കിന്റെ തോളിൽ അപ്പനാകുന്ന അബ്രഹാം യാഗത്തിനുള്ള വിറക് വെക്കുന്നതിന് മുമ്പേ തന്റെ മകന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചുമന്നിട്ടില്ലാത്ത ഇങ്ങനത്തെ ഒരു ചുമട് ഞാൻ വെക്കുമ്പോൾ അവൻ അത് എടുത്തുകൊണ്ട് ഈ കയറ്റം കയറാനുള്ള കരുത്തുണ്ടോ എന്നറിയാൻ വെക്കുന്നതിന് മുമ്പേ അപ്പൻ ആ വിറക് 2 പ്രാവശ്യം എടുത്തു. ഒരു സ്തോത്രം ഈ രാത്രി പറയണം. ഇന്ന് രാത്രി നീ അറിഞ്ഞോ നിന്റെ സമ്പദം കൂടാതെയോ സ്വർഗം നിന്റെ ചുമലിൽ ഒരു വിറക് കെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭാരം വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ തോളത്ത് വെക്കുന്നതിന് മുമ്പേ നിന്റെ സാഹചര്യം അറിയാവുന്ന നല്ല പിതാവ് അതിന്റെ തൂക്കം നന്നായിട്ട് അറിഞ്ഞിട്ടാണ് നിന്റെ തോളത്ത് വെച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി കർത്താവിനെ അറിയിക്കാവൂ. ദൈവം അറിയാത്തൊരു ചുമട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ അപ്പൻ അറിയാത്തൊരു ചുമട് എന്റെ തോളത്ത് വന്നിട്ടില്ലെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഭാരം എന്തുമാകട്ടെ, അത് ക്യാൻസർ ആകാം, അത് ട്യൂമർ ആകാം, അത് ലുക്കേമിയാകാം, അത് വൈറൽ ഫീവർ ആകാം, അത് ഇന്ന് രാത്രി കിഡ്നിയുടെ ട്രബിൾ ആയതാകാം, അത് ആഴ്ചയിൽ 4 ഡയാലിസിസ് ആകാം, അത് ഹീമോയാകാം. ചുമടെന്നറിയത്തില്ല. പക്ഷെ ഏത് ചുമടാകട്ടെ, ഇന്ന് രാത്രി നിന്റെ തോളത്ത് കയറുന്നതിന് മുമ്പേ എന്റെ അപ്പൻ അത് 2 പ്രാവശ്യം കയ്യിൽ ചുമന്ന വിറകാണെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി അത് ഇറക്കി വെക്കാൻ കരുത്തുള്ള ഒരപ്പൻ നിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരിക്കലും ചുമടെടുത്തിട്ടില്ലാത്ത മകന്റെ തോളിൽ
ആദ്യമായി വെക്കാൻ പോകുന്ന ചുമട് ഒരു കേൾവിയുടെ അടിസ്ഥാനത്തിൽ അപ്പൻ വെച്ചില്ല. സ്വർഗം പറഞ്ഞു, ഞാൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് നിന്റെ മകനെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞ കേൾവിയുടെ അടിസ്ഥാനത്തിൽ അപ്പൻ വിറക് കീറി എടുത്തു. 3 ദിവസം അത് അപ്പന്റെ കസ്റ്റഡിയിൽ അപ്പൻ ചുമക്കുകയാ. മോന്റെ തോളത്ത് വെച്ചില്ല. പക്ഷെ 3-ാമത്തെ ദിവസം ദൈവം കൽപ്പിച്ച സ്ഥലം നോക്കി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ അതെടുത്ത് മകന്റെ തോളത്ത് വെച്ചു. കേട്ടപ്പം വെച്ചില്ല, സ്വത്രം പറഞ്ഞില്ല. കേൾവിയുടെ അടിസ്ഥാനത്തിൽ അപ്പൻ മകന്റെ തോളത്ത് ചുമട് വെച്ചില്ല, എന്നാൽ കണ്ടപ്പം വെച്ചു. ഒരു സ്വത്രം പറയണം. എന്താ കണ്ടത്? ഞാൻ ഇപ്പം വെക്കാൻ പോകുന്ന വിറക് എവിടെ ഇറക്കുമെന്ന് ഇറക്കുന്ന സ്ഥലം കണ്ടിട്ട അപ്പൻ തോളത്ത് വെച്ചത്. ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കുകയാ. എന്റെ അപ്പൻ ഫിനിഷിംഗ് പോയിന്റ് ഇത് എവിടെ അവസാനിക്കും? ഈ കഷ്ടത എവിടെ തീരും? ഈ കണ്ണുനീർ എവിടെ തീരും? ഈ ചുമട് എപ്പോൾ അവസാനിക്കും എന്ന സ്ഥലം കണ്ടിട്ട അത് മകന്റെ തോളി വെച്ചതെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവം നിന്റെ തോളത്ത് വെച്ച ചുമട് എവിടെ ഇറക്കുമെന്ന് അവന് നിശ്ചയമുണ്ട്. നിനക്കറിയത്തില്ല, പക്ഷെ ഇന്ന് രാത്രി വെച്ചവൻ അറിയാം. പോരെ പോരെ പോരെ, ഇന്ന് രാത്രി നിർവികാരിയായിരിക്കാതെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നീ ഏറ്റെടുത്താൽ ചില ചുമടുകളെ ഇന്ന് രാത്രി വെച്ചവൻ തന്നെ പിടിച്ചിറക്കുകയാ. രമന രഗതേ വൈഡേ രമനെ ഹർത്തുര തികൽക്കന വർഷ രമനവ. ഹല്ലേലൂയ. നോക്കിക്കേ, വിറക് വെച്ചത് ഇറക്കേണ്ട സ്ഥലം കണ്ടിട്ട. മോൻ കണ്ടില്ല. മോൻ കാണാഞ്ഞത് കൊണ്ട് അവൻ കിടന്ന് വെപ്രാളം പിടിക്കുന്നേ. എങ്ങനെ പര്യവസാനിക്കും? എവിടുന്ന് കടം മേടിക്കും? എങ്ങനെ ലോൺ എടുക്കും? എങ്ങനെ കയറ്റം കയറി തീർക്കും? എങ്ങനെ ചുമന്ന് തീർക്കും എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിക്കുന്നത്. അവൻ വെക്കേണ്ട സ്ഥലം കണ്ടില്ല, പക്ഷെ അപ്പൻ ഇറക്കേണ്ട സ്ഥലം കണ്ടിട്ടാ തോളത്ത് വെച്ചത്. ഇന്ന് രാത്രി ആരോടോ വ്യക്തമായി ദൈവം പറയുന്നു, കേറിയ ചില ചുമടുകൾ നീ അറിയാത്ത സമയത്ത് വെച്ചവൻ തന്നെ പിടിച്ചിറക്കുമെന്ന്. ഇതിനകത്ത് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ആത്മാവിൽ പ്രതികരിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ അതെ, നിന്റെ തോളി കയറിയ ചില ചുമടുകൾ ഇന്ന് രാത്രി ബന്ധക്കോസുകാരാ, നീ ഒന്ന് ആരാധിച്ച് ബലപ്പെട്ടോ. ഇന്ന് രാത്രി പ്രസംഗകനെ സന്തോഷിപ്പിക്കാനല്ല, നിന്റെ തോളത്തെ ചുമട് ഇന്ന് രാത്രി മടങ്ങി പോകുന്നതിന് മുമ്പേ ഈ പന്തലിൽ വെച്ച് ചാരമായി തീരേണ്ടതിന് നീ ഒന്ന് ആത്മാവിൽ പ്രതികരിച്ചോ. അപ്പൊ തോളത്ത് വിറക് വെച്ചു. എന്നിട്ട് വിറക് വെച്ചോൻ വിറക് കീറിയവനോട് നീ പൊക്കോ, ഞാൻ പുറകെ അങ്ങ് വരാം എന്ന് പറയുന്ന അപ്പനല്ല. ചുമട് കേറിയവന്റെ കൂടെ ഒന്നിച്ച് നടക്കുക. ഇന്ന് രാത്രി നിന്റെ കൂടെ വേറെ ആരും കാണത്തില്ല. നീ സ്നേഹിച്ചവരാരും കാണത്തില്ല, കരുതിയവര് കാണത്തില്ല, പ്രോത്സാഹിപ്പിച്ചവര് കാണത്തില്ല, വളർത്തിയവര് കാണത്തില്ല. പക്ഷെ ചുമട് വെച്ചവൻ കൂടെയുണ്ട്. വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര പേര് രാത്രിയുണ്ട്? തോളത്ത് ചുമട് വെച്ചവൻ, തോളത്ത് ഭാരം വെച്ചവൻ ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ ദൂതി ഞാൻ കൈമാറുകയാ. പ്രിയരെ ശ്രദ്ധിച്ചേ, അവൻ കൂടെ നടന്നു. 3 ദിവസമായിട്ട് ഇവൻ പ്രതികരിക്കുന്നില്ല. വന്ന് മിണ്ടാതിരുന്നിട്ട് പോവാ. ആരിലും സ്വോത്രം പറയിപ്പിച്ചാൽ പറയുമെന്നല്ലാതെ ഇവൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ 3-ാമത്തെ ദിവസം ആദ്യമായിട്ട് ഇവൻ പ്രതികരിച്ചു. ഇവന്റെ അകത്ത് ഒത്തിരി ചോദ്യമുണ്ട്, പക്ഷെ ചോദ്യം ഒന്നും വെളിയിൽ വരുന്നില്ല. ചോദ്യം വെളിയിൽ വരാത്തത് ഇവന്റെ തോളത്ത് ഇതുവരെ ചുമട് കേറിയില്ലായിരുന്നു. സ്തോത്രം. ചുമട് കയറാത്തപ്പം വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷെ ചുമട് കയറിയപ്പോൾ അകത്തുള്ളത് വെളി വന്നു. അന്ന് വരെ ഇന്ന് രാത്രി നിന്നെ അല്പം കഷ്ടപ്പെടുത്തുന്നത്, അല്പം നിന്നലാക്കുന്നത്, അല്പം പ്രതിരോധത്തിലാക്കുന്നത് നിന്റെ അകത്തെ ഇന്നലകളിലെ ഒത്തിരി ചോദ്യങ്ങൾക്ക് സ്വർഗത്തിന് മറുപടി പറയാനുണ്ട്. ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇതുവരെ മിണ്ടാത്തവൻ അപ്പോൾ മിണ്ടി. അവൻ ചോദിച്ചപ്പോ ഒന്ന് ശ്രദ്ധിക്കണേ. ആ സാന്നിധ്യത്തിന്റെ കൂടെ നടന്നാലുള്ള ഗുണമേ കേട്ടോ സാറേ. സാന്നിധ്യത്തിന്റെ കൂടെ നടന്നാൽ അപ്പ എന്ന ഒറ്റ വിളിക്ക് എന്നേരം തന്നെ എന്നാ മോനെ, ഹോ ഹലോ, സ്തോത്രം പറഞ്ഞില്ല.
ചുമട് കയറിയവൻ വിളിക്കാത്ത താമസം. ഇന്ന് രാത്രി ആര് വിളിച്ചു? ഒന്ന് വിളിച്ചേ. ഇരിക്കുന്നത് അപ്പാതൊന്ന് വിളിച്ചേ. ഓ ഹല്ലേലൂയ. നീ വിളിക്കാത്തോണ്ടാ പ്രതികരിക്കാത്തെ. നീ ഇതുവരെ വിളിക്കാത്തോണ്ടാ അപ്പൻ മോനെ എന്ന് വിളിക്കാത്തെ. നീ ഇന്ന് രാത്രി അപ്പാ എന്നൊന്ന് വിളിക്കാമെങ്കിൽ, ഓ ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ കണ്ണുനീരിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ഈ അപ്പനെ ഒന്ന് വിളിച്ചേ. എന്റെ അപ്പാ. ഓ രാമന ശാന്തരാധരാജന. ഒറ്റ വിളി, ഒറ്റ വിളിച്ച് അവൻ ഉത്തരം. എന്നാ മോനെ? ചോദ്യം. അപ്പാ, തീയും കത്തിയുണ്ടല്ലോ, വിറകുണ്ടല്ലോ. അപ്പം പറഞ്ഞു, മോനെ നീ ഇപ്പോഴൊന്ന് കണ്ടേ, എടാ വിറക് മാത്രമേ നിന്റെ തോളത്തുള്ളൂ. ഹലോ, തീ എൻ്റെ കയ്യിലാ മോനെ, ഡോക്ടറുടെ കയ്യിലല്ല. കത്തി എൻ്റെ കയ്യിലാ. MRI വേണോ? ഹലോ, ഓപ്പറേഷൻ വേണോ? ഓപ്പൺ സർജറി ആണോ? കാലേന്ന് ഞരമ്പെടുത്ത് കാട്ടെ വെക്കുകയാണോ? കിഡ്നി എടുത്ത് മാറ്റിയിട്ട് വേറെ കിഡ്നി വെക്കുകയാണോ? ഒക്കെ തീരുമാനിക്കാൻ കത്തി ഞാൻ ആരുടെയും കൊടുത്തില്ല. കത്തി ചുമട് വെച്ച് എൻ്റെ കയ്യിൽ തന്നെയാ. സ്വോത്രം ആരും പറയുന്നില്ല. എന്റെ കുഞ്ഞെ, ചുമടേ തോളത്ത് കയറിയുള്ളൂ. നിനക്കൊരു ചെറിയ പ്രശ്നം വന്നേ ഉള്ളൂ. പക്ഷെ കത്തി എന്റെ കയ്യിൽ തന്നെയാ, തീയും എന്റെ കയ്യിലാ. ഞാൻ പറഞ്ഞാലേ തീ കത്തത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ഈ തീ നിന്നെ ദഹിപ്പിക്കാനല്ല, ഈ കത്തി നിന്നെ കീറി മുറിക്കാനല്ല, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല, ഇത് ഓപ്പറേഷൻ ചെയ്യാനല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. വൈദ്യശാസ്ത്രം പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ സ്തുതിച്ചേ. നീ ഒന്ന് പറഞ്ഞേ, കത്തി ഡോക്ടറുടെ കയ്യിലല്ലെന്ന് പറഞ്ഞേ. പറഞ്ഞില്ല. നിന്റെ വിഷയം എന്തുവാകട്ടെന്നേ, ഇന്ന് രാത്രി കത്തിയും തീയും ചുമട് വെച്ച അപ്പന്റെ കയ്യിലാ. എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് മാറാതെ ഉലകത്തിനൊരു മന്ത്രവാദിയുടെ കയ്യിൽ അത് കിട്ടത്തില്ല, ഒരു ആഭിചാരകന്റെ കയ്യിൽ കിട്ടത്തില്ല, ഒരു കൂടോത്രക്കാരന്റെ കയ്യിൽ കിട്ടത്തില്ല. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കത്തിയും തീയും അപ്പന്റെ കയ്യിലാ, കത്തിയും തീയും അപ്പന്റെ കയ്യിലാ. ചുമട് മാത്രമേ നിന്റെ തോളത്തുള്ളൂ, ചുമട് മാത്രമേ നിന്റെ തോളത്തുള്ളൂ. ഓ ഹല്ലേലൂയ. ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഭാഗം വിടുക. ഈ കൽപ്പിച്ച സ്ഥലത്ത് ചെന്നപ്പോ ഇസഹാക്കിന്റെ തോളത്തൊന്ന് വിറക് ആരായിരിക്കും പിടിച്ചിറക്കിയേ? ഹലോ, ഒന്ന് പ്രതികരിച്ചേ. ആരായിരിക്കും? അബ്രഹാമ. അങ്ങനെയാണെങ്കിൽ വെച്ചവൻ തന്നെയല്ലേ പിടിച്ചിറക്കിയേ? സ്തോത്രം പറയുന്നില്ല. സന്തോഷമുണ്ടെ നല്ലപോലെ കൈയടിക്കണം. ഇന്ന് രാത്രി ഹല്ലേലൂയ. പ്രശ്നം വലുതോ ചെറുതുവാകട്ടെ, ഭാരം വലുതോ ചെറുതുവാകട്ടെ, രോഗം വലുതോ ചെറുതുവാകട്ടെ, ഇന്ന് രാത്രി വെച്ചവൻ തന്നെ, വെച്ചവൻ തന്നെ, വെച്ചവൻ തന്നെ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ രാത്രി ആരാധിച്ചു. ഞാൻ ഈ ദൂത് പറയുമ്പോൾ വെളിപ്പാട് വിളിച്ചു പറയട്ടെ. ചില തോളത്ത് നിന്ന് ഇന്നലകളിൽ ചുമന്നു മടുത്ത കരഞ്ഞു മടുത്ത ചില ചുമടുകളെ എന്റെ ദൈവം ഇന്ന് രാത്രി നിന്റെ തോളിന് പിടിച്ചിറക്കാൻ പോകുകയാ. നീ കൊട്ട വിട്ടൊഴിഞ്ഞതുപോലെ, തോളിന് ചുമട് പോയതുപോലെ. ഓ, ബെന്തിക്കോസുകാരന്റെ ആരാധന ആരാധിച്ച് ഇന്ന് രാത്രി ആരും മൗനമായിരിക്കാതെ നിന്റെ തോളിന്ന് ചുമട് ദൈവം മാറ്റുകയാ. കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവിനൊന്ന് ആരാധിച്ച് ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord. ഈ പന്തലി മാത്രമല്ല, ലൈവ് കാണുന്നവരിൽ പോരാ, ഭവനങ്ങളിൽ ഇരുന്നോട് ശ്രദ്ധിക്കുന്നവരിൽ ഇന്ന് രാത്രി ചില ചുമടുകൾ നാളുകളായി നിന്നെ കഷ്ടപ്പെടുത്തിയ, ഭൗതികം മുഴുവൻ ചോർത്തിക്കളഞ്ഞ, ആരോഗ്യം മുഴുവൻ ചോർത്തിക്കളഞ്ഞ, സമ്പത്ത് മുഴുവൻ ചോർത്തിക്കളഞ്ഞ ചില ചുമടുകളെ ഇന്ന് രാത്രി ദൈവം നിന്റെ തോളിൽ നിന്ന് എടുത്തു മാറ്റുകയാ. വിശ്വസിക്കുന്നവർക്കായി ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അസാധാരണമായൊരു ദൈവകൃപ ഈ മൂന്നാമത്തെ രാത്രിയിലെ ഹല്ലേലൂയ. ചുമട് വെച്ചവനും ചുമട് കേറിയവനും ആ നടന്ന തീരന്റെ കയറ്റം മുഴുവൻ ഒന്നിച്ചു നടന്നു. നീ ഇന്ന് രാത്രി ഒറ്റയ്ക്കാന്ന് നീ പറയല്ലേ.
നീ ഒറ്റയ്ക്കാന്ന് നീ പറയല്ല. ഇന്ന് രാത്രി നീ ഒന്ന് വിശ്വസിച്ചേ, ആത്മക്കണ്ണുകൊണ്ട് കണ്ടേ, നിന്റെ കൂടെ നടക്കുന്ന ആ ചുമട് വെച്ചവനെ അവൻ പിടിച്ചിറക്കാൻ ശക്തനാ. അവൻ പിടിച്ചിറക്കാൻ ശക്തനാ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. ആ ചുമട് വെച്ചവൻ പിടിച്ചിറക്കാൻ ഇന്ന് രാത്രി ശക്തനാന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ പ്രതികരിക്കാവൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ തോളത്ത് കയറിയ, ആരോടും പറയാൻ കഴിയാത്ത ഈ ഭാരം കയറിയ വീട്ടിലെ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മേ ഹൽവി അറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചേനെ. പക്ഷേ വെച്ച അപ്പനും കയറിയ ചെറുക്കനുമല്ലാതെ ഈ ചുമട് കയറിയ കാര്യം ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ദാസന്മാരറിഞ്ഞില്ല, കരുതി അറിഞ്ഞില്ല. ഉലകത്തിൽ മറ്റാരും അറിയാതെ നീയും വെച്ചവനും മാത്രം ചേർന്ന് സഹിക്കുന്ന, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, ആരോടും പറയാതെ നീ തന്നെ സഹിക്കുന്ന ചില ഭാരമേറിയ വിഷയത്തിന്മേൽ ഈ 2019 ജനുവരി മാസം 23-ാം തീയതി പകൽ എന്റെ സ്വർഗം അത് പിടിച്ചിറക്കി ഒരു മറുപടി തരുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാന് ഇങ്ങനെ സാറൊക്കെ ഹാനോക്കിന്റെ കാര്യവും നോഗയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ അവരെല്ലാം നടക്കാൻ ഒരു ചെറിയ കാര്യം എന്നെ ദൈവം തോന്നിച്ചത്, ഈ ഹാനോക്കിന് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് 300 വർഷം ഉണ്ടായിരുന്നല്ലോ. നോഗ 480 വിളി കേട്ടു, 120 വർഷം പ്രസംഗിച്ചു, പെട്ടകപ്പണി കഴിഞ്ഞിട്ട് പിന്നെ 350 വർഷം കൂടെ ജീവിച്ചു, മൊത്തം 950 വർഷം. അപ്പോൾ പുള്ളിയുടെ അടുക്കൽ ഏതാണ്ട് 350, 120, 470 വർഷം ഉണ്ടായിരുന്നു. 470 വർഷമൊക്കെ ഉണ്ട്, നീ എഴഞ്ഞു പോയാൽ മതി, നടക്കേണ്ട പോലും കാര്യമില്ല. സ്തോത്രം. പക്ഷെ പൗലോസിന് 65 ഉള്ളായിരുന്നു, അതുകൊണ്ട് പുള്ളി ഓടുമായിരുന്നു. സ്തോത്രം പറഞ്ഞില്ല. മുൻപിൽ ദൈർഘ്യമുള്ളൊരു ആയുസ് ഉണ്ടെങ്കിൽ നീ നടന്നു. പക്ഷെ ഇത് നടക്കേണ്ട സമയമല്ല. അച്ഛൻ പറഞ്ഞ പോലെ ഇത് ഓടേണ്ട സമയമാ. മനസ്സിലായെങ്കിൽ കരമടിച്ച് നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ് ഒരു ചെറിയ ടൈമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു 97 ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല, ഉണ്ടേലുണ്ട് ഇല്ലേലില്ല. പക്ഷെ ഉള്ള സമയം കർത്താവിന്റെ കൂടെ, കർത്താവിന്റെ സ്പീഡിൽ ഒന്ന് കൂടെ നടക്കാൻ, ഓടാൻ ഇന്ന് രാത്രി തീരുമാനമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒന്ന് ശ്രദ്ധിക്കണേ, നാളെ ശബത്ത് ആരംഭിക്കാം. മണിക്കൂറുകൾക്കുള്ളിൽ, അടുത്ത 6 മണിക്കൂർ കഴിഞ്ഞാൽ ശബത്ത് ആരംഭിക്കുക. ശബത്തിന് മുമ്പേ യേശുവിന്റെ ക്രൂശീകരണം നടക്കണം. ക്രൂശീകരണം കഴിഞ്ഞാൽ ശബത്തിന് മുമ്പേ മരണം നടക്കണം. മരണം നടന്നാൽ ശബത്തിന് മുമ്പേ അടക്കം നടക്കണം. ശബത്തിൽ ക്രൂശിന്മേൽ എന്ത് കിടക്കാൻ പാടില്ല? ശവം കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും വലിയ ബന്ധപ്പാട് ഈ ക്രൂശീകരണം വേഗം നടക്കണം. അതുകൊണ്ട് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നവന്മാര് യഹൂദന്റെ ശബത്തിന്റെ ലംഘനം വരാതിരിക്കുവാൻ ഈ കൊലക്കളത്തിലേക്ക് എത്തിക്കേണ്ടതിന് വളരെ ബന്ധപ്പാട് സഹിക്കുക. പക്ഷെ നീങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് പത്രോസിന്റെ കൈ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ പുള്ളി സ്ഥലത്തില്ല. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. യൂദ ഒഴിച്ചു ബാക്കി 11 പേരുണ്ട്. 11 പേരും കൂടെ നടന്നവരാ. പക്ഷേ പ്രശ്നത്തിന് മുമ്പിൽ മാളത്തിൽ ഒളിച്ചു. എനിക്കൊരു ദൂത് പറയാനുണ്ട്. 5 അപ്പം 5000 പേർക്ക് വാഴ്ത്തി 12 കൊട്ട ഏൽപ്പിക്കുമ്പോൾ 12 പേരും കൂടെ കാണും. പക്ഷെ ക്രൂശ് ചുമക്കുമ്പോൾ ആരും കാണത്തില്ല. സ്തോത്രം. ഈ രാത്രി ആരും പറഞ്ഞില്ല. ക്രൂശ് ചുമക്കുമ്പോൾ ആരും കാണത്തില്ല. അപ്പം ചുമക്കാൻ ഒത്തിരി പേര് കാണും, പക്ഷെ ക്രൂശ് ചുമക്കാൻ ആരും കാണത്തില്ല. ക്രൂശ് ചുമക്കാൻ വേണ്ടി ശതാധിപൻ നോക്കി, പത്രോസ് ഉണ്ടോ, യോഹന്നാനുണ്ടോ, അന്ത്രയോസ് ഉണ്ടോ, നദനിയേലുണ്ടോ, എവിടെ കാണാനാ? ഒരു തൂപ്പുകാരി പറഞ്ഞപ്പോൾ ഒരുത്തൻ ഓടി ഒളിച്ചേക്കുക. എല്ലാവരും ഓടിപ്പോയി. എല്ലാവരും ഓടിപ്പോയപ്പോൾ ഒരു അർഹതയില്ലാത്തവൻ വന്ന് വഴിയോരത്ത് നിൽക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, അർഹതയുള്ള പലതും മാളത്തിൽ ഒളിക്കുമ്പോൾ ഇന്ന് രാത്രി അർഹതയില്ലാത്ത ഒന്നിന്റെ തോളിൽ ഈ ക്രൂശ് വെച്ചിട്ട് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആരോടോ ശക്തമായി ദൈവം ഇടപെടുകയാ. അർഹതയില്ലാത്ത ഒന്നിന്റെ തോളിൽ
ഞാൻ ജെ ജോസഫ് പാസ്റ്ററും സാറും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ 7 ദിവസം അനുഗ്രഹത്തിൻ്റെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സജി ജോർജ് പാസ്റ്ററൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു സംഭവ കഥ ഞാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങളോടൊന്ന് പറയുക. പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ്. നടന്ന യാഥാർത്ഥ്യം പറയുകയാണ്. വർഷം 1860-കളിൽ 1935-കളിൽ ജീവിച്ചിരുന്ന ഭക്തനായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം ബൂത്ത് എന്നാണ്. വില്യം ബൂത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ ശക്തനായി ലോകം മുഴുവൻ അറിയപ്പെട്ട് സാൽവേഷൻ ആർമി എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് താൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ 16 വയസ്സ് പ്രായമുള്ള ഷൗമേൽ പ്രാങ്കൽ എന്ന് പറയുന്ന ഒരു ചെരുപ്പ് കുത്തിയുടെ മോന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഇടപെട്ടു. നീ കർത്താവിന്റെ വേല ചെയ്യണം. ജന്മം കൊണ്ട് അവൻ യൂറോപ്യനെങ്കിലും കാഴ്ചയിൽ വലിയ സൗന്ദര്യമില്ലാത്ത, വലിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത, വലിയ പൊക്കമില്ലാത്ത ഈ ചെരുപ്പ് കുത്തിയുടെ മകനായ ഷൗമേൽ പ്രാങ്കലിൻ എവിടെ പോയി കർത്താവിന്റെ വേല ചെയ്യാൻ തിരക്കി പറഞ്ഞു. ഇങ്ങനെ ധാരാളം ആളുകളെ കർത്താവിന്റെ വേലയ്ക്കായി ലോകം മുഴുവൻ അയക്കുന്ന വില്യം ബൂത്ത് എന്ന സാൽവേഷൻ ആർമിയുടെ തലവനുണ്ട്. ഒരു പ്രഭാതത്തിൽ നടന്ന് ഈ വില്യം ബൂത്തിന്റെ വലിയ ബംഗ്ലാവിന്റെ വാതുക്കെ പോയി ഈ ചെരുപ്പ് കുത്തിയുടെ മോനായ വലിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത ഷൗമേൽ പ്രാങ്കലിൻ വാതുക്കെ മുട്ടി. ആരാന്നറിയാൻ വാതിൽ തുറന്ന വില്യം ബൂത്ത് ചോദിച്ചു, താങ്കൾ ആരാ? താങ്കൾക്ക് എന്ത് വേണം? ഒരു കൊച്ചി ചെറുക്കൻ, 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ, വലിയ പേഴ്സണാലിറ്റി ഇല്ല, വലിയ കാഴ്ചയ്ക്ക് ഭംഗിയില്ല, വല്ലാത്ത രീതിയിലുള്ള 2 കൈയ്യ്, വല്ലാത്ത രീതിയിലുള്ള 2 കാല്, വല്ലാത്തൊരു മുഖമൊക്കെ ഉള്ള ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ വലിയ ആഹാരം കഴിച്ചുള്ള ശരീരഘടനയൊന്നുമില്ല, ചെരുപ്പ് കുത്തിയുടെ മോനല്ലേ. അവനോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ഇവിടെ നിനക്ക് പറയാൻ കർത്താവിന്റെ വേലയൊന്നുമില്ല, ഇവിടെ നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല ശക്തന്മാരെ ആളുകൾ എടുക്കത്തുള്ളൂ, നിനക്ക് പാമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, സാറേ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളത്തില്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ജോലി എനിക്ക് താ, ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തോളാം. ഇവനങ്ങ് പോട്ടെന്ന് വിചാരിച്ചോണ്ട് വില്യം ബൂത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ ഷൂകൾ പോളിഷ് ചെയ്യുന്ന, എൻ്റെ സ്റ്റാഫുകളുടെ ഷൂ പോളിഷ് ചെയ്യുന്ന റൂമിൽ പോയി ഷൂ എല്ലാം പോളിഷ് ചെയ്തു, സോക്സ് എല്ലാം അലക്കിക്കൂ, അവിടെ താമസിച്ചോണം, വെളിയിലിറങ്ങരുത്, ആഹാരം അവിടെ തരും. അവൻ വലിയ സന്തോഷം, നല്ലൊരു ജോലി കിട്ടിയല്ലോ. അവനോട് പോയി ചെരുപ്പ് കുത്തിയുടെ മോനായി ഇവൻ ദൈവവിളി കേട്ട് വന്നിട്ട് കൊടുത്ത ജോലി ചെരുപ്പ് കുത്തിയായതുകൊണ്ട് അകത്ത് പോയി ചെരുപ്പ് പോളിഷ് ചെയ്യും, ഷൂ അലക്സും. നാറ്റം വമിക്കുന്ന റൂമിൽ അവൻ കിടന്ന് ആഹാരം കഴിച്ച് അവിടെ കിടന്നു. ദീർഘമായ 16 വർഷങ്ങൾ ഈ ഷൂ പോളിഷ് ചെയ്ത് കഴിയുന്ന സമയത്തെല്ലാം അവൻ കണ്ണുനീരോടെ മുഴങ്കാലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ വേല ചെയ്യാൻ ഒരവസരം എനിക്ക് തരണം, നിനക്ക് വേണ്ടി ക്രൂശ് ചുമക്കാൻ നീ എന്നെ ശക്തനാക്കണം, എനിക്ക് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് അനേകർ തള്ളിക്കളഞ്ഞടുത്ത് നിന്റെ ക്രൂശ് ചുമക്കാൻ അവസരം തരണം. ഇവൻ കരഞ്ഞു പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ 16 കഴിഞ്ഞു. ഇപ്പം ഈ ഷൗമേൽ പ്രാങ്കലിന് വയസ്സ് 32ആയി. വില്യം ബൂത്തും 16 വർഷം കൂടെ പ്രായം ചെന്നു. അദ്ദേഹത്തിന്റെ ആ സംഘടനയുടെ സാൽവേഷൻ ആർമിയുടെ ലോകം മുഴുവനുള്ള വലിയ ദേശീയ കൺവെൻഷൻ ഇംഗ്ലണ്ടിൽ നടക്കുകയാണ്. അതിനുവേണ്ടി 7 ദിവസത്തേക്ക് ഏറ്റവും ശക്തന്മാരായ ഉണർവ് പ്രസംഗരെ വിളിച്ചു. 6 ദിവസം വന്ന പ്രസംഗർ പ്രസംഗിച്ചു പോയി. 50,000 സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള മുഴുവൻ സീറ്റ് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 7ാമത്തെ ദിവസം പ്രസംഗൻ രാവിലെ അറിയിച്ചു, എനിക്ക് വരാൻ കഴിയത്തില്ല, വില്യം ബൂത്ത് ക്ഷമിക്കണം. ഇത് കേട്ട വില്യം ബൂത്ത് പോയി മുഴങ്കാലിരുന്നു കൊണ്ട് വാവിട്ട് കരഞ്ഞു, ദൈവമേ എൻ്റെ പ്രസ്ഥാനത്തിനേക്കുന്ന ഏറ്റവും വലിയ കനത്ത ആഘാതമാണ്. 7ാമത്തെ ദിവസം വിളിച്ച് ഏറ്റവും മാന്യനായ ആ പ്രസംഗൻ വരത്തില്ലെന്നറിയുന്നു. ഞാൻ എന്ത് ചെയ്യും? ഈ 50,000 വരുന്ന വലിയ ജനത്തെ ഞാൻ എങ്ങനെ മെസ്സേജ് പറയും? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അല്ലയോ വില്യം ബൂത്ത്, നീ 16 വർഷം മുമ്പേ അവഗണിച്ച് പുച്ഛിച്ച് എൻ്റെ വേലയ്ക്ക് വന്ന് തള്ളി ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന റൂമിൽ കിടക്കുന്ന ഒരു ഷൗമേൽ പ്രാങ്കോട്ട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ശാന്തനാകെ, ഇന്ന് രാത്രി പ്രസംഗിക്കേണ്ടത് ഷൗമേൽ പ്രാങ്കലിനാ. വില്യം ബൂത്ത് പറഞ്ഞു, എൻ്റെ കർത്താവെ ഞാൻ ചെന്ന് പറഞ്ഞ അവൻ തല കറങ്ങി പുറകോട്ട് വീഴും. അന്നേരം പറഞ്ഞില്ല, നീ ചെന്ന് പറയാൻ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ വില്യം ബൂത്ത് ഷൗമേൽ പ്രാങ്കിന്റെ ഷൂ പോളിഷ് റൂമിന്റെ വാതിൽക്ക് ചെന്ന് വാതിലിന് മുട്ടി വിളിച്ചു. അവൻ കഥ തുറന്നു. ഓ വില്യം ബൂത്ത്, അവൻ കാണാൻ കൊതിച്ചയാള്. അവൻ ചോദിച്ചു, സാർ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, നീ ഇന്ന് രാത്രി നമ്മുടെ സമാപന രാത്രി കൺവെൻഷന് പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വില്യം ബൂത്ത് ഇത് കേൾക്കുമ്പോൾ പുള്ളി മയങ്ങി വീഴുവന്നു. അവൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാം സാർ. ഇവന് വേണ്ടി പെട്ടെന്ന് അവൻ്റെ നീളത്തിലുള്ള ഷൂവ്, അവൻ്റെ നീളത്തിലുള്ള സോക്സ്, അവൻ്റെ നീളത്തിലുള്ള സൂട്ട്, അവൻ്റെ നീളത്തിലുള്ള പാൻറ്, അവൻ്റെ നീളത്തിലുള്ള ടൈ, എല്ലാ ക്രമീകരണം അവൻ ഉപയോഗിക്കാമെന്ന രീതിയിലാക്കി വില്യം ബൂത്തിൻ്റെ ലോകപ്രശസ്തമായ കൺവെൻഷൻ്റെ സമാപന രാത്രിയല്ലേ നല്ല ഷേപ്പുള്ളവനാക്കി സ്റ്റേജെ കൊണ്ട് നിർത്തി. സ്റ്റേജിൽ നിന്നവൻ വേദപുസ്തകം എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ടവൻ ജനത്തോട് പറഞ്ഞു, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. 3 മിനിറ്റും
4 സെക്കൻഡ് ഉള്ളൊരു പ്രാർത്ഥന, കൊച്ചൊരു പ്രാർത്ഥന. അവൻ പ്രാർത്ഥിച്ചു, ആമീൻ പറഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ 50,000 സീറ്റും കാലി, ഒറ്റ ആളുകളുമില്ല. ശമൂവേൽ പ്രാങ്കലും വിചാരിച്ചു പ്രസംഗം തുടങ്ങും മുമ്പേ ആളെല്ലാം പോയല്ലോ. ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഒരു ഞരക്കു ഉയങ്ങലടി. അവൻ നോക്കിയപ്പോൾ 50,000 പേരും കസാറയിൽ നിന്നിറങ്ങി മുട്ടേ കുത്തിയിരിക്കുക. പ്രസംഗിച്ചില്ല. 3 മിനിറ്റും 4 സെക്കൻഡും പ്രാർത്ഥിച്ചതേ ഉള്ളൂ. 16 വർഷം അകത്തളത്തിൽ പ്രാർത്ഥിച്ചവൻ, ലോകമറിയാത്തവൻ, നോട്ടീസിൽ പേരില്ലാത്തവൻ, ഫ്ലെക്സിൽ ഫോട്ടോ ഇല്ലാത്തവൻ അകത്തളത്തിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ആ നിമിഷത്തിൽ അവിടെയുള്ള 50,000 പേർ അനുദപിക്കാൻ തുടങ്ങി. പാപബോധമുണ്ടായി, ഏറ്റുപറച്ചിൽ ആരംഭിച്ചു, കരയാൻ തുടങ്ങി. മുഴുവൻ പേരിലേക്ക് സൗഖ്യം വ്യാപരിച്ചു. ഇന്ന് രാത്രി സ്നേഹിത, നിന്നെ ലോകം അവഗണിച്ചതായിരിക്കും. എനിക്കൊരു സ്റ്റേജ് ഇല്ലല്ലോ, എന്നെ ഉയർത്താൻ ആരുമില്ലല്ലോ, എന്റെ പേര് പറയാൻ ആരുമില്ലല്ലോ. നീ മുട്ടുമടക്കി കരയാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ തേടി വരുന്ന ദിവസങ്ങളുണ്ട്. ഇന്നത്തെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകം നിന്നെ അവഗണിച്ചാലും ആരെങ്കിലും തേടി വന്ന് വിളിച്ച് നിന്നെ മാനിക്കുന്ന ദിവസമുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ള അഭിഷക്തന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മേൽ ആ നിയോഗം വീഴുകയോ. നന്നായി കരമടിച്ച് ഈ രാത്രി നിന്റെ ഹൃദയത്തിലെ ഭാരം മാറട്ടെ, നിന്റെ അകത്തെ നിന്നെ ഉരുട്ട് മാറട്ടെ, ഒരു ഗിൽഗാൽ പോലുള്ള അനുഭവം ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? ഈ രാത്രി ശ്രദ്ധിച്ചേ. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാനായ വില്യം ബൂത്ത് മരിച്ചു. പ്രസ്ഥാനത്തിന് 167 അംഗ കൗൺസിൽ ദേശീയമായി കൂടി അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ കൂടി വന്ന 167 അംഗം ഒരുമിച്ച് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വേണ്ട, കുറിയിട്ടെടുക്കണ്ട, ഇനിയും ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ശമൂവേൽ പ്രാങ്കലിനായിരിക്കും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര പേർക്ക് ഈ രാത്രി ബോധ്യമുണ്ട്? ഓ ഹല്ലേലൂയ. നിന്റെ മേൽ ചീട്ട് വീഴുന്ന ദിവസമുണ്ട്, നിന്നെ മാനിക്കുന്ന ദിവസമുണ്ട്. കുടുംബക്കാർ അപമാനിച്ചോ, നിന്റെ സ്നേഹിതർ കൈവിട്ടോ, ലോകം നിന്നെ തള്ളിക്കളഞ്ഞോ, നിനക്ക് പേഴ്സണാലിറ്റി ഇല്ലെന്ന് പറഞ്ഞോ, നീ വയലിൽ കിടക്കുന്ന വെറും കുറേനക്കാരനാന്ന് പറഞ്ഞോ, നീ ഒരു നീഗ്രയാന്ന് വിളിച്ചോ, പേടിക്കണ്ട. ഇതേ യോഗ്യതയുള്ളവന്റെ ചുമട് ക്രൂശ് ചുമക്കാൻ നിന്റെ മേൽ നിയോഗം വരാൻ പോകുകയാ. ഇന്ന് രാത്രി നിർബന്ധത്താലാണെങ്കിലും ആ ക്രൂശ് എന്റെ തോളി വന്നാൽ യേശുവിന്റെ പുറകെ അനുഗമിക്കാൻ ഞാൻ തയ്യാറാണ്. തീരുമാനമുള്ളവര് ഇവിടെ ഉണ്ടെങ്കിൽ സ്നേഹിത, നീ രാത്രി ഇരിക്കുന്നതിന് തീരുമാനമെടുത്തു. ഒരു ക്രൂശ് ചുമക്കാൻ നീ തയ്യാറായാൽ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കയ്യിൽ എന്താ ശിമയോന് ഭാഗ്യം ലഭിച്ചെങ്കിൽ യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ ശീമോന് ഭാഗ്യം ലഭിച്ചു. ഒരു സ്തോത്രം പറയണം. ക്രൂശ് ചുമക്കുമ്പോൾ ലോകം പറഞ്ഞ് അയ്യോടാ ചതിക്കപ്പെട്ടല്ലോ, നീ ശാപഗ്രസ്തനായല്ലോ, നിന്റെ പെണ്ണും പിള്ള ശാപഗ്രസ്തയായല്ലോ, നിന്റെ 2 പിള്ളേർ രൂപോസും അലക്സാണ്ടർ ശാപഗ്രസ്തമായല്ലോ. പക്ഷെ സ്വർഗം പറഞ്ഞില്ല മോനെ, ഈ ക്രൂശ് ആര് ചുമന്നിട്ടുണ്ടോ അവന്റെ തലമുറകളെയെല്ലാം സന്തോഷമുള്ളവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ക്രൂശ് നിർബന്ധത്താലാണെങ്കിലും ആര് ചുമന്നിട്ടുണ്ടോ, ആര് ചുമന്നിട്ടുണ്ടോ, എത്ര പേര് തയ്യാറുണ്ട് ഈ ക്രൂശ് ഒന്ന് ചുമക്കേ? പോരാ പോരാ പോരാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ അകത്തളത്ത് നിന്ന് സ്തോത്രം ഉയരട്ടെ. ആലയം മറ്റാരെ കാണിക്കാനുള്ള ആരാധനയല്ല, നിന്റെ അകത്ത് നിന്ന് രാത്രി അപ്പാ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് നിന്നെ ഒന്ന് അനുഗമിപ്പാൻ. ഓ രാമന ശാന്തരാധര വൈശസൈഡരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശീമോൻ ചോദിച്ചില്ല എവിടം വരെ ചുമക്കണമെന്ന്, കേറിയതറിയാം. യേശു ചുമക്കേണ്ട ക്രൂശ് കാണാൻ നിന്ന കാഴ്ചക്കാരന്റെ തോളത്ത് ഗവൺമെന്റിന്റെ പിടിവാശി മൂലം നിർബന്ധം കൊണ്ട് വന്നു കയറി. ഒന്നും മറുപടി പറയാതെ അവൻ ആ ക്രൂശുമായി പുറകെ നടന്നു. ക്രൂശിന്മേൽ യേശുവിനെ കൊണ്ട് കിടത്തുന്ന സ്ഥലം വരെ അവൻ ആ ക്രൂശുമായി നടന്നു. ലോകം അവനെ ശ്രദ്ധിച്ചില്ല. ശാപഗ്രസ്തന്റെ ക്രൂശ് ചുമക്കുന്നവനെ ലോകം ശ്രദ്ധിച്ചില്ല. പക്ഷെ ക്രൂശിന്റെ ഇടയിലൂടെ തോളത്തെ വെയിറ്റ് കുറഞ്ഞപ്പോൾ ആരാണ് ഈ കഷ്ടതയിൽ എന്നെ സഹായിച്ചെന്നറിയാൻ യേശു തിരിഞ്ഞു നോക്കി.
യേശുവിന്റെ കണ്ണുകളിൽ ശീമോന്റെ മുഖം പതിഞ്ഞു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശു നോക്കിയപ്പോ സ്വർഗം അവനെ നോക്കി, സ്വർഗം നോക്കിയപ്പോ പിതാവ് അവനെ നോക്കി. സ്വർഗം പറഞ്ഞു, കുറിച്ചു വെക്കടാ, എന്റെ പുത്രന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കഷ്ടതയിൽ കൂടെ നിന്നവരെല്ലാം കൈവിട്ടപ്പോൾ കൈവിടാതെ ക്രൂശിയുമെന്ന ശീമോന്റെ പേരെഴുത്. ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അർഹതയില്ലാത്ത നിന്റെ മേൽ ഇന്ന് രാത്രി ഒരു നിയോഗത്തിന്റെ വിളി വന്നാൽ, ഓ രാമന രഗദ രൗഷ സംദരേദരാചന, ഹല്ലേലൂയ. ജീവിതങ്ങളെ തൊട്ടു ദൈവം ഇടപെടുകയാ. സ്നേഹിത, സഹോദരി, മാതാവേ, പിതാവേ, ദൈവദാസന്മാരെ, എത്ര പേര് തയ്യാറുണ്ട് ഈ നിന്ദയുടെ ക്രൂശ് വഹിക്കാൻ, ഈ കഷ്ടതയുടെ ക്രൂശ് വഹിക്കാൻ, ഈ അപമാനത്തിന്റെ ക്രൂശ് വഹിപ്പാൻ? ഇന്ന് രാത്രി നീ തയ്യാറാകുമെങ്കിൽ സ്വർഗം പറയുന്നു, പൗലോസ് എന്ന് പറയുന്ന ശൗൽ കർത്താവിന്റെ വേലയ്ക്ക് നിയോഗമുണ്ടായപ്പോൾ പൗലോസിന്റെയും ബർന്നബാസിന്റെയും കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിക്കാൻ, ഓർഡിനേഷൻ കൊടുക്കാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ആരെ വിളിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, നീഗർ എന്ന് പേരുള്ള ശീമോനെ വിളിച്ചു. നാട്ടുകാർ നീഗ്രോ എന്ന് വിളിക്കുന്ന ശീമോനെ വിളിച്ചു. അവനെന്തുവാ ഓർഡിനേഷൻ കൊടുക്കാൻ യോഗ്യത? ഉത്തരം, അവനായിരുന്നു ക്രൂശിയോമെന്ന്. സ്വോത്രം പറഞ്ഞില്ല. അഖിലാണ്ടങ്ങളെ കീഴ്മേൽ മറിച്ച പൗലോസിനെ വേലയ്ക്ക് കൈവച്ച് വേർതിരിക്കാൻ ക്രൂശിയോമെന്നവന്റെ കൈമേൽ ഒരു അഭിഷേകം പകർന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ക്രൂശെടുക്കുന്ന നിന്നെ, ഓ ദുഡാമന രഗദ രൗഷസ് സംദരാധരാചന, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി ദൈവം എന്നെ മാനിക്കുന്ന ദിവസങ്ങളുണ്ട്? ഇന്ന് നിനക്ക് പട്ടിണിയായിരിക്കും, 5000 രൂപ സ്വോത്ര കാഴ്ച കാണാത്തുള്ളൂ, ഞെരുങ്ങിക്കഴിയുമായിരിക്കും, പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലായിരിക്കും, നല്ല ഹോളില്ല, നല്ല പാഷനേജ് ഇല്ല, നല്ല വാടകപ്പുരയില്ല, ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. പേടിക്കേണ്ട കുഞ്ഞെ, നീ ഈ ക്രൂസ് ഒന്ന് ചുമന്ന് മുന്നോട്ട് പോയി നിന്റെ സ്ഥിതി മാറ്റുവാൻ അവന്റെ തലമുറകളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിച്ചു. രൂഫോസിനെ, അലക്സാണ്ടറിനെ കർത്താവിൽ പ്രസിദ്ധരാക്കിയെങ്കിൽ നിന്റെ തലമുറയെ മാനിച്ച് അനുഗ്രഹിപ്പാൻ ഇന്ന് രാത്രി കർത്താവ് മതിയായവനാ. എന്താ ഹല്ലേലൂയ, രൂഫോസെ, അലക്സാണ്ടറെ നിങ്ങൾ പ്രസിദ്ധരായത്? ഉത്തരം, ക്രൂശ് ചുമന്നുകൊണ്ട് ദൈവത്തോട് കൂടെ നടന്നു. ഒറ്റ യോഗ്യതയുള്ളൂ, ക്രൂശ് ചുമന്നുകൊണ്ട് ഞങ്ങളുടെ അപ്പൻ, ഓ വെറും വയലിപ്പണിന്ന് ഞങ്ങളുടെ അപ്പൻ, ഒരു വെള്ളിക്കാശിനും വേല ചെയ്ത് ഞങ്ങളുടെ അപ്പൻ, പകലന്തിയോളം കൂലിപ്പണി ചെയ്ത് ഞങ്ങളുടെ അപ്പൻ, ആ ദൈവത്തോട് കൂടെ ക്രൂശ് ചുമന്നുകൊണ്ട് നടന്നു. കാഴ്ചക്കാരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു, എല്ലാവരും അപമാനിച്ചു, എല്ലാവരും തള്ളിക്കളഞ്ഞു. കുടുംബക്കാർ പറഞ്ഞു, നിന്നെ കല്യാണത്തിന് ഇനിയും വിളിക്കത്തില്ല, വീട് പ്രതിഷ്ഠയ്ക്ക് വിളിക്കത്തില്ല, കുഞ്ഞിന്റെ സമർപ്പണത്തിന് വിളിക്കത്തില്ല, ഒന്നിനും വിളിച്ചില്ല, ശവം അടക്കുപോലും അറിയിച്ചില്ല. പക്ഷെ ശീമോൻ പ്രയാസപ്പെട്ടില്ല. പിന്നത്തേതിൽ പൗലോസിന്റെ തലയെ കൈവെക്കാൻ വരെ അവനെ വിളിക്കുന്ന സ്ഥിതിയിൽ ദൈവം അവനെ മാനിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നിന്റെ നിന്ന് ഉരുട്ടിക്കളഞ്ഞിട്ട് നിന്നെ മാനിക്കാൻ ഒറ്റ മാർഗമുണ്ടെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. സമർപ്പണമുള്ള കൈ ഉയർത്തി കൈ വീശി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. കൂടെ ഇരിക്കാനും പ്രസംഗിക്കാനും കൂടെ നടക്കാനും വിളിച്ച രണ്ടുപേര്. പ്രൈസ് ദി ലോർഡ്. രാജാവാകും എന്ന പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ ഇനി ഈ പുള്ളിയുടെ പുറകെ നടന്നിട്ട് വലിയ കാര്യമില്ല എന്ന് കണ്ട് അവര് രണ്ടുപേര് മറുകണ്ഠം ചാടുന്ന പോലെ ഒറ്റ പോക്ക് പോയി. യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇനിയിപ്പോൾ ക്രൂശിക്കപ്പെട്ട, മുൾക്കിരീടം ചൂടപ്പെട്ട, ചാട്ടവാറിനടി കൊണ്ട, കല്ലറയിൽ അടച്ച, കല്ലുരുട്ടി വെച്ച, പട്ടാളം കാവൽ നിന്ന, ഉയർക്കാൻ സാധ്യതയില്ലാത്ത യേശുവിന്റെ പുറകെ നടന്നിട്ട് വലിയ കാര്യമില്ലെന്ന് കണ്ടിട്ട് അവര് വഴിയെ പോകുക. തർക്കിച്ചും വാദിച്ചും പോകുക. ഹല്ലേലൂയ. പൊട്ടം പോയാ പോട്ട്, അല്ലയോ ചല്ല ചെട്ടി വരുമെന്ന് പണ്ട് ആരണ്ട് പറഞ്ഞ പോലെ വിശ്വസിക്കുന്ന ആളല്ല എന്റെ യേശു. പോയോ പോട്ട്, ഒരുത്തം പോയാൽ 9 വരും എന്ന് പറയുന്ന ആളല്ല. പോയവന്റെ പുറകെ കൂടെ നടക്കാൻ വിളിച്ചിട്ട്, കൂടെ ഇരിക്കാൻ വിളിച്ചിട്ട്,
സാഹചര്യം മാറുന്നത് കണ്ടപ്പോൾ ചുവടുമാറ്റി ചവിട്ടി മാറിപ്പോയ രണ്ടുപേരുടെ പുറകെ യേശു കൂടെ നടന്നെങ്കിൽ ഇന്ന് രാത്രി അകലം വിട്ട് അനുഗമിക്കുന്ന സ്നേഹിത, കൃപയിൽ നിന്ന് പിന്മാറിപ്പോയ സ്നേഹിത, ശുശ്രൂഷയിൽ മനസ്സുമടുത്ത് മാറിയ സ്നേഹിത, നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവരുടെ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു അവരോട് ചേർന്ന് നടന്നു. ഞാൻ എൻ്റെ ദൈവദാസന്മാർ ഈ ഭാഗം വായിച്ചപ്പോൾ ആത്മാവിൽ ആരാധിച്ചു കേട്ടോ. ഉലകത്തിൽ ആരും ചേർന്ന് നടക്കാൻ തയ്യാറില്ലാതിരിക്കുമ്പോൾ, ഹലോ, കണ്ടാൽ കൈതരാൻ മടിക്കുമ്പോൾ, നോക്കി ഒന്ന് ചിരിക്കാൻ മടിക്കുമ്പോൾ, ഒന്ന് സംസാരിക്കാൻ മടിക്കുമ്പോൾ, ഒരു സ്വോത്രം പറയാൻ മടിക്കുമ്പോൾ, അകന്നുപോയ രണ്ടുപേരോടൊപ്പം ചേർന്ന് നടക്കുക. ലോകത്തിൽ ആരും നിന്നെ കണ്ടിട്ട് തലകുലുക്കി മിണ്ടാതെ പോകട്ടെ, പക്ഷെ വിളിച്ചവൻ, എത്ര പേര് ആരാധിക്കാൻ തയ്യാറുണ്ട്? വിളിച്ചവൻ, 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 വേലയ്ക്ക് വിളിച്ചവൻ, നിന്നെ യോഗ്യനെന്ന് തന്നെ വിളിച്ചവൻ. ഓ ഹല്ലേലൂയ! ചേർന്ന് നടന്നു. ഇവരുടെ ഉള്ളം മുഴുവൻ നിരാശയാ. ഇനി പഴയ മീൻ പിടിക്കാൻ പോണോ, കപ്പക്കാല കളയ്ക്കാൻ പോണോ, കന്താലിയെ വളർത്താൻ പോണോ, ആട്ടുംകൂട് നടത്തണോ, റിയൽ എസ്റ്റേറ്റ് വേണോ എന്നൊക്കെ ആലോചിച്ച് തർക്കിച്ചൊരുത്തം പറഞ്ഞ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആരംഭിക്കാം, മറ്റും പറഞ്ഞു വേണ്ട ആട്ടുംകൂട് ആരംഭിക്കാം, ഗവൺമെന്റ് ഫാമായിട്ട് വെച്ചാൽ നമുക്ക് 50% സബ്സിഡി കിട്ടും, മറ്റും പറഞ്ഞ് അതൊക്കത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കന്നാലി വളർത്ത തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ തർക്കിച്ചും, ഹലോ പ്രൈസ് ദി ലോർഡ്, ഭാവി പദ്ധതിയെ കുറിച്ച് തർക്കിച്ചും വാദിച്ചും പോകുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു. എന്നിട്ട് തിരുവെഴുത്തുകളെ തെളിയിച്ചു. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് തെളിയിച്ചു വാദിച്ചു. അയ്യോ മന്ദബുദ്ധികളെ, നിങ്ങളെ കൃപയിലേക്ക് വിളിച്ചത് ഒരു ചെറിയ പ്രതികൂലം വന്നപ്പോൾ പിന്മാറി പോകാനല്ല, എന്റെ ക്രൂശ് ചുമക്കാനാ എന്ന് പറഞ്ഞിട്ട് അവരുടെ അകം കത്താൻ തുടങ്ങി. ഈ മൂന്നാമത്തെ രാത്രിയായിട്ടും അകത്തൊരു ചെറിയ ഒരു പൊരി പോലെ ഇളകാത്ത ആളിരിപ്പുണ്ട്, പക്ഷെ അവരുടെ ഉള്ളം കത്താൻ തുടങ്ങി. ഇവിടെ എത്ര കർത്താവിന്റെ ദാസന്മാര്, ഇന്നലെ രാത്രിയിലൊക്കെ എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് ഞാൻ കുഞ്ഞുങ്ങളുടെ യാത്രയുടെ ബന്ധത്തിൽ എയർപോർട്ടിലായിരുന്നു, പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ലൈവായിട്ട് കണ്ട് എത്ര ശക്തമായ മെസ്സേജുകളാ കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞ്. അവര് ചങ്കുപൊട്ടുന്നല്ലാതെ നമ്മുടെ അകത്തൊരു തീ ഇറങ്ങുന്നില്ലേ? സ്നേഹിത, ഇന്ന് രാത്രി രണ്ടുപേരോട് ചേർന്ന് നടന്നപ്പോ പിന്മാറ്റക്കാരന്റെ ഉള്ളം, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, കൃപ വിട്ടുപോയവന്റെ ഉള്ളം കത്താൻ തുടങ്ങി. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വചനം പറഞ്ഞവൻ ഇച്ചിരി മുന്നോട്ട് നടക്കുന്ന പാപം കാണിച്ചു. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു വിടുതലുണ്ടോന്ന് അറിയാൻ, ഈ 3 ദിവസമായി പകലും രാത്രിയും കേട്ടതിനകത്ത് എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടോന്നറിയാൻ, മുമ്പോട്ട് പോകാനല്ല മുന്നോട്ട് പോകുന്ന പാപം കാണിച്ചു. ഒരു പാപം കാണിച്ചപ്പോൾ വചനം ആസ്വദിച്ചിട്ട് പറഞ്ഞു, അയ്യോ പോകല്ലേ, പോകല്ലേ, ഞങ്ങളെ കടന്നു പോകല്ലേ. ഓ ഹല്ലേലൂയ! എന്നാ കടന്നു പോയാൽ നേരം വൈകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഞങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ച കാപാലികന്മാർ ചുറ്റുമുണ്ട്, ഞങ്ങളെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് രാത്രി നിർബന്ധിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ഈ പ്രതികൂലത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്, ഈ പ്രതിസന്ധി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് കടന്നു പോകല്ലേ. കൂടെ നടക്കുന്നവരോട് കടന്നു പറയാൻ ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവരെ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, അയ്യോ ഞങ്ങളെ വിട്ട് കടന്നു പോക. കൂടെ പാർക്ക്. ഈ രാത്രി ഒന്ന് നിർബന്ധിക്കുമോ? മൂന്നാമത്തെ രാത്രിയിൽ കൂടെ നടക്കുന്ന കർത്താവെ ഒന്ന് കൂടെ പാർക്കാൻ പറ്റുമോ? ഹല്ലേലൂയ! കൂടെയൊക്കെ ഉള്ള വാസം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചു. നമ്മളുമായിട്ടുള്ള ദൈവത്തിന്റെ ബന്ധമെല്ലാം കൈകൊണ്ടുണ്ടാക്കി മൂക്കിലോട്ട് മൂക്ക് മുട്ടിച്ച് ചുമ്മനം ചെയ്ത് ശ്വാസം ഊതിയ ആദാമാണെങ്കിലും ബന്ധം പാപം ചെയ്യുന്നത് വരെയുള്ളൂ. സ്തോത്രം. പാപം ചെയ്തു കഴിഞ്ഞും കുറച്ചു ദിവസം കൂടെ തോട്ടത്തിൽ കഴിയാം. നാളെ ഏതെങ്കിലും പാവങ്ങൾക്ക് കിട്ടേണ്ടി അത്തിക്ക ഉണ്ടാകേണ്ടി അത്തിയുടെ ഇലയെല്ലാം കൂടെ പറിച്ച് ഒരാൾ ചുടിദാറും ഉണ്ടാക്കി, ഒരാൾ ജീൻസും ഉണ്ടാക്കിയൊക്കെ ഇട്ട് കുറച്ചവിടെ കഴിയാം. സ്വതന്ത്രം പറഞ്ഞില്ല. മരത്തിന് മറഞ്ഞൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നീ കഴിഞ്ഞു, പക്ഷെ എല്ലാം തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുന്നത് വരെ ഒക്കൂ. സ്വതന്ത്രം പറഞ്ഞില്ല. തോട്ടത്തിന്റെ ഉടമസ്ഥൻ കയറിയപ്പോൾ ഇവർ രണ്ടും പുറത്തായി, ഉടമസ്ഥനകത്തായി.
സ്വോത്രം പറയണം. ഇന്ന് രാത്രി പാപം ചെയ്തിട്ട് ഒളിക്കാനുള്ള താവളമല്ല കർത്താവിന്റെ സഭ. ഹല്ലേലൂയ. യേശുവിനോട് ചേർന്ന് നടക്കുന്നവർക്ക് ആരാധിക്കാനുള്ളതാ ദൈവത്തിന്റെ സഭ. സന്തോഷമുണ്ടെങ്കിൽ നല്ലപോലെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. പാപം ചെയ്തിട്ട് ഒളിക്കാനുള്ള സങ്കേതമല്ല ദൈവസഭ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ കൂടെ നടക്കുന്നവന് ഓ ഹല്ലേലൂയ. ഭക്തനായ ദാവീദ് പറഞ്ഞു, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. ഭക്തനായ ആസാവ് പറഞ്ഞു, ഞാൻ എന്റെ മുമ്പിൽ അവനെ അങ്ങ് വെച്ചിരിക്കുകയല്ലേ. ഹല്ലേലൂയ. അവൻ എന്റെ വലം കൈക്ക് ഒരു സ്വോത്രം പറഞ്ഞേ. ഇന്നത്തെ കയ്യെ നോക്കിക്കേ പിടിച്ചിട്ടുണ്ടോന്ന്. അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ താമ്രക്കഥക് വിഷയമല്ല, ഇരുമ്പോടാമ്പൽ വിഷയമല്ല, എരികോ കോട്ട വിഷയമല്ല, യോർദാൻ വിഷയമല്ല. ഈ രാത്രി അവൻ നിന്റെ കരത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മോറിയ മലയും ഈസിയായി നടന്നു കയറാൻ സന്തോഷമുള്ളവരെ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി വിടുവിക്കുന്ന ഒരു സ്വർഗം കൂടെയുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക, സമയത്തെ പാലിക്കണമല്ലോ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു കൂടെ നടക്കുന്ന, ചേർന്ന് നടക്കുന്ന ഒരു ക്രൂശിക്കപ്പെട്ട കർത്താവുണ്ട്? നിന്നെ കൊണ്ട് പത്മോസിലെറിഞ്ഞാൽ, ഇവിടെ കണ്ണ് നിരോധിച്ച കൂടാണെന്നെങ്കിൽ പത്മോസിലെറിഞ്ഞവന്റെ അടുക്കൽ വെളിപ്പെട്ടത് അവൻ പോലും ഞെട്ടിപ്പോയി. മാറത്ത് പൊൻകച്ച, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാല്, മുടി ഹിമത്തേക്കാൾ വെണ്മ, മുഖം സൂര്യനേക്കാൾ ശോഭ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിലയങ്കി ധരിച്ച് അവന്റെ രൂപം കണ്ടപ്പോൾ ഹല്ലേലൂയ, തണുപ്പത്ത് കോച്ചി പറച്ച് കഴുകന്മാരുടെ ചെറുകടി കേട്ട് കിടന്ന യോഹന്നാന് ചൈതന്യമുണ്ടായെങ്കിൽ ഇന്ന് രാത്രി നീ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അതനുസരിച്ച് വെളിപ്പെടാൻ കഴിവുള്ള ദൈവം നിന്നെ കൈവിടാതെ ഏത് പത്മോസിനും ഇറങ്ങി വരുന്നവൻ വിശ്വസിക്കുന്നവന് മാത്രം ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നെഴുന്നേക്കുമോ? ഇറങ്ങിപ്പോകാനല്ല, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, ചില മാരക രോഗങ്ങൾ നാളുകളായി നീ പല ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞെല്ലാം ചെയ്ത് കാശ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന, രാത്രി 3 മണിക്കും 2 മണിക്കും 1 മണിക്കും ഒക്കെ ഡയാലിസിസിന് പോകുന്ന, അതുപോലെ ചില ഹീമോ ചെയ്യുന്ന, ചില മാരക രോഗം ഉൾപ്പെടെ നിന്റെ നന്മയെ ചോർത്തുന്ന ചില രോഗബന്ധനങ്ങളെ ഇന്ന് രാത്രി 8:45 എന്റെ ദൈവം അഴിച്ചു മാറ്റാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം എന്ന് കൊതിക്കുന്നവരുടെ കരങ്ങൾ മാത്രം ഉയരട്ടെ. ഹല്ലേലൂയ. ഈ കാശ് മുടക്കി ഇവിടെ ഇത്ര മനോഹരമായ സംവിധാനത്തിൽ 96ാമത് കൺവെൻഷൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസനും കൗൺസിലും ഒരുമിച്ച് ദൈവസഭ ചേർന്ന് വെച്ചിരിക്കുന്നത് കുറെ പ്രസംഗം കേൾപ്പിക്കാനല്ല, നിനക്കൊരു വിടുതൽ നൽകുവാനാ. നിന്റെ തോളത്ത് കയറിയ ചില ചുമടുകളെ ഇന്ന് രാത്രി എന്റെ ദൈവം പിടിച്ചിറക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവരുടെ മാത്രം കരങ്ങൾ രണ്ട് ഉയരട്ടെ. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം നൽകുന്ന രാത്രിയാ. നിന്റെ അഭിഷേകത്തിന്മേൽ ഒരു അനോയിന്റിംഗ് ഇന്ന് രാത്രി ദൈവം പകരാൻ പോകുകയാ. ചില കോട്ടകളെ ഇടിക്കാൻ കരുത്തുള്ള ഒരു കരുതയുടെ പച്ചത്താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞ് പ്രതികൂല ശക്തികളെ വെല്ലുവിളിച്ച് തകർത്തതുപോലെ ഒരു അധികാരത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ദൈവം തരുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചനന്തരം നമുക്ക് പാട്ടുപാടി ആരാധിക്കുമ്പോൾ നിങ്ങൾ മുൻപോട്ട് വന്നാൽ അഭിഷക്തന്മാർ കരയം തലയിൽ വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ പൊതുവിൽ പ്രാർത്ഥിക്കുന്നു. ആ കണ്ണുകൾ രണ്ടും അടയട്ടെ, ആ കരങ്ങൾ രണ്ടും ഉയരട്ടെ. ചേർന്ന് നടക്കുവാൻ, ക്രൂശുമായി പിൻഗമിച്ച് നടക്കുവാൻ, ഒന്നിച്ച് നടക്കുവാൻ. ഓ ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് അവന് പൂർണ്ണ പ്രസാദമാകുമാർ നടക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ മഹായോഗത്തിന്റെ 3ാമത്തെ രാത്രിയിൽ നിന്റെ അഭിഷക്തഗണം ഒരുമിച്ച് നിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് രാത്രി ചില ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, നന്മകളെ ചോർത്തിക്കളയുന്ന ചില പോരുകൾ അഴിയട്ടെ. ചുമലി കയറിയ ഭാരങ്ങൾ, ചില ചുമടുകൾ ദഹിപ്പിക്കുന്ന
പൊട്ടിക്കാൻ വേണ്ടി, കത്തിക്കാൻ വേണ്ടി കയറിയ ചില ചുമടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ തോളിൽ നിന്ന് ഇറങ്ങി മാറട്ടെ. ഈ ജനത്തെ ഇന്ന് രാത്രി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി യേശുവിന്റെ പുണ്യാക രക്തം മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ വഴി തുറക്കട്ടെ, ഒരു വിടുതൽ വെളിപ്പെടട്ടെ, സൗഖ്യങ്ങൾ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ.